ഹായ് വെൽക്കം ബാക്ക്. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, മിറാക്കിൾ ഗാർഡൻ്റെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോൻ്റെ ബാക്കിയായിട്ട് വന്നതാണ്. ആ വീഡിയോൻ്റെ ബാക്കി നമ്മളവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അടുത്ത സെഷൻ എന്താ വെച്ചാൽ ഡിസൈഡ് സഫാരി ആയിരുന്നു. അതൊരു ഒന്നൊന്നര സഫാരി ആയിരുന്നു മക്കളെ. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഡെസ്പായി. വിശപ്പ്, ദാഹം, ഡീഹൈഡ്രേഷൻ, ഉറക്കമില്ലായ്മ. അതിൻ്റെ ഇടയിൽ നമുക്ക് ആ ഒരു ഉണ്ടല്ലേ, അഡ്രിനാലുണ്ടല്ലോ, അത് ചെയ്യണം എന്നില്ലേ, ആ ഒരു പ്രതീക്ഷയിൽ പോയിട്ട് എന്താ നെക്സ്റ്റ് സംഭവിച്ചത് നിങ്ങൾ വീഡിയോയിൽ കണ്ടോളി. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് സംഭവിച്ചാൽ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കാണും. അതിനുശേഷം ഞാൻ എക്സ്പ്ലനേഷൻ തരാം. സോ നേരെ നിങ്ങൾ വീഡിയോയ്ക്ക് പോയിക്കോളി. ഒളിക്യാമറ വയ്ക്കണം എന്നാലേ ശരിയാണ്. എന്തൊരു മാന്യം നോക്ക്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത മൈ ഹബീബി ആൻഡ് മൈ ബേബി ഗേൾ ഈസ് കമ്മിങ്. ഇപ്പോൾ ലുലുവിലാണുള്ളത്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നേരെ ഡിസൈഡ് സഫാരിക്ക് പോവാം. അധികം സമയമില്ല, 2:30 ടീം വരും. 1 മണി, അരമണിക്കൂർ ഗ്യാപ്പുള്ളൂ. നല്ല വ്ളോഗിൽ ഞാൻ അതെ കുഞ്ഞുട്ടനോടൊപ്പം താഴെ കുഞ്ഞുട്ടൻ ഡിസൈഡ് സഫാരിക്ക് പോകാനുള്ള വണ്ടി വന്നു. ഇപ്പം ഏകദേശം സമയം 3:53 ഏകദേശം ഒരു 3:20 അവർ വരുന്നത്. 3:30 ഏകദേശം 3:30 അവർ എത്തിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഒരു 1/2 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊരു 3:30-3:45 അവർ എത്തി. നേരെ റോട്ടിൽ കുറച്ച് ക്ഷീണമായിട്ടുണ്ട്, പനിയാണ് തോന്നുന്നത്. നല്ല ടയർഡായിരുന്നു, നല്ല സീനുണ്ട് റോട്ടിലുണ്ട്. നല്ല ഹെഡ് ടേക്കും റോട്ടിൽ സീനും, ബോഡി ഫുള്ള് ഡൗൺ ആയിട്ടാണ്. ഉള്ളിൽ പണി ഉണ്ടാവും. ഈ ഹയർസമതി വന്നപ്പോഴേ നല്ല ടയർഡായിരുന്നു. സോ നമ്മള് നേരെ ഡിസൈഡ് സഫാരി അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം നല്ലൊരു ഉറക്കം. നല്ല ടയർഡായിട്ടോ. നാളെ അബുദാബിയൊന്നും പോകണില്ല, നമ്മൾ ക്യാൻസലായി. അതിൽ ഫവാസിന്റെ ഫാമിലി വരുന്നുണ്ട്. അപ്പോൾ ഫവാസിന്റെ ഫാമിലി അവരുടെ പൊക്കോലും. സോ ഗായ്സ്, നമ്മൾ ഡിസൈഡ് സഫാരി പറഞ്ഞിട്ട് വന്നുകൊണ്ട് അവന്മാർ നമ്മളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയാണ്ട് ഇപ്പം നടന്നുകൊണ്ട് കേട്ടോ. ഫുള്ള് എന്താ പറയുക, ശരിക്കും ഡിസപ്പോയിൻ്റ് ആണ്. ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കാണ്ട. ഈ ഒരു ഏരിയയിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൺസെറ്റ് പോയി. സൺസെറ്റ് ഫോട്ടോഗ്രാഫി തേങ്ങാൻ വാങ്ങാണ്ട് അത് കിട്ടിയില്ല. ചെക്കനൊക്കെ നാട്ടിൽ നിന്ന് കയറി ഒന്നാണ്. ഇതാണ് അവസ്ഥ. ഇതാണ് ഡിസൈഡ് സഫാരി. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് കിലോമീറ്റർ നടക്കാൻ പോകും. പ്രശ്നം എന്താ വെച്ചാൽ ഓക്കെ ടൈമിൽ അവർ പിക്ക് ചെയ്താൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് ടൈമിന് പിക്ക് ചെയ്യാൻ മതിയില്ല. അവർ ഫുള്ള് അവർ ചില്ല് മോഡ്. പക്ഷെ നമുക്ക് പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രയോറിറ്റി ഉള്ള സംഭവമാണിത്. അനുഭവിക്കാം, നമ്മൾ അനുഭവിക്കണ്ട. ഈ വേട്ടാവളിമാർ രണ്ടുമുണ്ട്, അമ്മരും കയറിയിട്ടുണ്ട് അതിനകത്ത്. ഫുള്ള് ജനസാഗരം കേട്ടോ. കാശ് അവിടെ കയറിയപ്പോൾ തന്നെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് വാങ്ങാൻ ഭയങ്കര സുഷ്കാന്തി. 1 മണി ടൈം, 1 മണി 1:30 ടൈം പറഞ്ഞിട്ട് അവർ വരുന്നത് 3-3:30 ആകുമ്പോഴാണ്. 3G ആണ് നമ്മുടെ അവസ്ഥ. കണ്ടോ, ചെറുക്കനെയും കൊണ്ട് അവിടെ കണ്ടോ, അല്ല ഒട്ടകാഹാറാണ് നടന്നു വരുന്നത്. ഇത്രയും ജനങ്ങളുണ്ട് കേട്ടോ ഡിസൈഡ് സഫാരിക്ക്. കണ്ടോ, ഇത് ഫുൾ ക്യൂവാ. നട്ടപ്പായരക്ക് നമ്മൾ എന്ത് ഡിസൈഡ് സഫാരി നട്ടപ്പായരക്ക് ഡിസൈഡ് സഫാരി ഡൂൺ ബ്ലാഷിങ് അത് ഇത് പറഞ്ഞിട്ട് ആകെ 5 മിനിറ്റിൽ മറ്റേ പറമ്പ് കൂടി ഓടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പള്ളിപ്പറമ്പിൽ 100 ജില്ല ആൾക്കാർ ഇങ്ങനെ നിരന്നിരിക്കും. അതേട്ടാ പരിപാടി. അവസ്ഥ തന്നെ മുതലി, അവസ്ഥ തന്നെ. പൈസ പോയി പള്ളിപ്പറമ്പിൽ പോയി നിൽക്കുന്ന പോലെ ഉണ്ട്. വലിയ സംഭവം ഡിസൈഡ് സഫാരി ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ലംബ് കളി. അതാണ് ഡിസൈഡ് സഫാരി. അതെ, അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല. സൺസെറ്റ് ഫോട്ടോഗ്രാഫി, ലൈവ് എന്റർടൈൻമെന്റ് ഷോസ്,
പിന്നെ അത് മറ്റേ അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതന്നെ അതിനുള്ള ക്യൂ ഒരു തേങ്ങയല്ല കേട്ടോ. ബഫറ്റ് ഡിന്നർ വെജ് ആൻഡ് നോൺ വെജ് ഹെന്നാറ്റാറ്റു ട്രഡീഷണൽ അറബിക് ഒരു സംഭവമല്ല കേട്ടോ. ഇവിടെ പള്ളിപ്പറമ്പിൽ ഒന്ന് സ്റ്റക്കായി കിടക്കട്ടെ നമ്മള്. ഇതാണ് അവസ്ഥ. ரொம்ப സ്കാമിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടോ എന്തോരം ജനങ്ങളറിയാം. ഒരു പരിപാടി ഇല്ല. അവർ പറഞ്ഞ പാക്കേജിന് അതില്ല സംഭവമല്ലോ. ഇത്രയും ജനങ്ങൾ ഇവിടെ അല്ല. സ്കാം പോലെയാണ് നടക്കണേ ഇവിടെ. എന്തൊക്കെയാണ് ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ. ആനുണ്ട്, അംബാനുണ്ട്, അത് ഇത് പറയുമ്പോൾ ഒരു തേങ്ങയില്ല. പക്ക സ്കാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് ടീമാണോ നടത്തുന്നത്, ഏത് ടീം അറിയില്ല. പക്ഷെ ഇവിടെ എല്ലാമൊക്കെ പിന്നെ നമ്മുടെ അയൽ രാജ്യമായ, ബാക്കി ഞാൻ പറയുന്നില്ല, അപ്പോൾ നമ്മൾ അയൽ രാജ്യമായ പ്രശ്നങ്ങളിലൊരു നാടുണ്ടല്ലോ, അപ്പോൾ അവരാണ് ഇവിടുന്ന് മൊത്തം കോർഡിനേറ്റ് ചെയ്യണം, ഇവിടെ ഡീൽ ചെയ്യണമൊക്കെ അവരാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അധികം ഒന്നും സംഭാഷണങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടാൽ ഇവന്മാരൊക്കെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ നമുക്ക് പണിയാകുമ്പോൾ, കാരണം അനീസൊക്കെ നാട്ടിൽ നിന്ന് കയറി വന്നാണ്, ഒരു മരുഭൂമി കിടന്നുകൊണ്ട് നമ്മൾ ഇടിയുള്ളതിൻ്റെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. എങ്കിലും മിണ്ടാതെ നേരെ തിരിച്ചു പോവുക, പരിപാടി തീർത്തുകൊണ്ട്. ശരിക്കും ഒരു സ്കാമാണിത്. ഡിസൈൻ സഫാരിന്നും കിട്ടില്ല. ഒരു കട്ടറോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ടാണ് അങ്ങനെ പൊക്കാം. അവിടെ വെച്ച സീറ്റ് ഇരുന്നോളിയാറാണ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചാണ്ട് സീറ്റ് ഡൈ തലപ്പത്ത് ഒപ്പിച്ചെന്ന്. തലപ്പത്ത് ഒപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അവിടെ എന്താ നടക്കണം കൂടി നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഫുൾ ആൾക്കാർ എണീറ്റ് ഫുൾ ചെയ്യാം. പിന്നെ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇടയിൽ തുടങ്ങി പോയിട്ട് നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഫുഡോ കാര്യങ്ങളൊക്കെ ഇതുണ്ടോ, ഇത്രയും ക്യൂ ആണ്. ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെ ഒന്ന് ഫുഡ് വാങ്ങാനാണ് കണ്ടോ. മക്കളെ ഭയങ്കര സെറ്റപ്പിൽ നമ്മൾ രാഷ്ട്രത്തിൻ്റെ തണുപ്പാവും അപ്പടി ഇപ്പടി എഴുതിയിട്ട് ഇറങ്ങിയിട്ടതാണ് അവസ്ഥ. അത് സത്യം. എക്സ്പെക്ടേഷൻ വിഎസ് റിയാലിറ്റി. അതാണ് ആന്ന്. അല്ല ഭയങ്കര ഡിസപ്പോയിന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് സ്കാമിൽ പെട്ട അവസ്ഥയാകുമ്പോൾ എന്താ ചെയ്യൊരു ഐഡിയ അല്ല. ബിഗ് സ്കാമിലാണ് മുൻപിട്ടിട്ടില്ല. ഫുള്ളുണ്ടോ ജനസാഗരാണ് ബാക്കിലൊക്കെ ഉണ്ട്. ജനങ്ങൾ പറഞ്ഞ പെരും ജനത്തിരക്കാണ്. എന്താ ചെയ്യൊരു ഐഡിയ ഇല്ല. ഇവിടുന്ന് പുറത്ത് ഓക്കെ എന്നാ വേണ്ട, ഞങ്ങൾ പറഞ്ഞ് പിന്നെ പുറത്ത് ഒന്ന് ആക്കി തരും, ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് ആക്കി തരുമ്പോൾ റൂമിലാക്കി തരുന്നില്ല. ഇത് കഴിയാതെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല പറഞ്ഞാണ്ട് സീനായി കൊണ്ടിരിക്കാം. ഫുള്ളലമ്പ്. ഒമ്മാര് സ്റ്റേജും കെട്ടിയിട്ടിങ്ങാണ്ട് 4 കമ്പിച്ചിലും കുട്ടി ആയ്മ 2 ലൈറ്റും കൊടുത്തിങ്ങാണ്ട് ഒരു 2-3 മിനിറ്റ് ഇവരുടെ അഭ്യാസം കഴിഞ്ഞിട്ട് അവർ പോയി. നമ്മള് വൻ പ്രതീക്ഷയിലാട്ടോ വന്നത്. വൻ പ്രതീക്ഷ പറഞ്ഞാൽ ഞാൻ വൻ പ്രതീക്ഷ സഫാരിയൊക്കെ നമ്മൾ വീഡിയോസിന് കാണാമല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ വന്നിട്ട് പാക്കേജിനകത്ത് പറഞ്ഞ ഒരു സാറ് നമുക്ക് തന്നിട്ടുന്നില്ല. ഫുഡും കിട്ടുന്നില്ല, വെള്ളമല്ല, ഒന്നുമില്ല. ഉക്ക അത് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടോ, ഒന്നുമില്ല. നമ്മളൊരു പറമ്പിൽ ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യുമല്ല. അപ്പോൾ മക്കളെ ഇങ്ങനെ ഇതിൽ പോയി പെട്ടത് ഇങ്ങനത്തെ പരിപാടി ഉണ്ടോ അതൊക്കെ ശരിക്കും റിവ്യൂ ഒക്കെ നോക്കി റെഡ് കാന്തൊക്കെ നോക്കിയിട്ട് ചെയ്യായിരിക്കും നല്ലത്. പോയി വന്നോ, ഇങ്ങോട്ടനെ തിരിച്ചു കേട്ടോ. ഈ കാണുന്ന കുന്നിൻ്റെ മേളിലെടുക്കണമെന്നുണ്ടെങ്കിൽ 100 ദിർഹമാണ് അവർ പറയണത്. ഒരുത്തം വന്നിട്ട് 50 ദിർഹം പറഞ്ഞ്, വേറത്തെ വന്നിട്ട് 100 ദിർഹം പറഞ്ഞ്. അപ്പം ഞങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിട്ട് നോക്കിയപ്പോൾ 100 ദിർഹം ആണ് പറയണത്. ഇതാണ് അവസ്ഥ. അനീസ് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഫുഡ്. പക്ഷെ അതിന് മുന്നേ ഞാൻ പറയാം, ഇത് കണ്ടോ ഓരോരുത്തർ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് പോവാട്ടോ. ഇവിടെ വെച്ചിങ്ങനെ പോവുക, അതാ ഇവിടെ ഇങ്ങനെ വെച്ച് പോവുക, ഫുഡ് ഇങ്ങനെ വെച്ച് പോവുക. അതായത് ഇവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ ആൾക്കാരില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് ആൾക്കാർ ഇത് വേസ്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോവുക. നമ്മളിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വെച്ച് പോയി. എന്താ അവസ്ഥ അറിയാം. ഒട്ടും കവായതില്ലാത്ത ആൾക്കാരാണ്. ഇതപ്പം കൊണ്ടുവന്ന ഫുഡ്, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞാനേ പിന്നെ മുള്ളാൻ മുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയതാ. പിന്നെ അവന്മാരെ കമ്പനിയിൽ വിളിച്ചിട്ടൊന്ന് കംപ്ലൈൻറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് കൂട്ടുക. പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്താൽ മതിയല്ലോ. ആ സ്കീമിൽ ഞാൻ പിന്നെ കരുതിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയി കോൾ ചെയ്യാൻ വേണ്ടി. കോള് പോകുന്നില്ല. ഓക്കെ കോള് പോകുന്നില്ല, എന്തോ ആയിക്കോട്ടെ എഴുതിയിട്ട് ഞാനൊന്ന് മുള്ളി വരെ എഴുതിയിട്ട് അതിലങ്ങനെ പോയപ്പോണ്ട് ഇവരുടെ കിച്ചൺ ഡൈലും ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവന്മാർ ചെയ്യണത് എന്താ വെച്ചാൽ തറയിലുണ്ടല്ലോ കിച്ചണും ടോയ്ലറ്റും എന്തൊക്കെ ഉണ്ട്. ആ ഏരിയയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഡ്രേ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ട് ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെള്ളമൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ആ ഡ്രേസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെയൊക്കെ. അതായത് ബാത്റൂമിലാണ് അട്ടിക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതാണ് അവസ്ഥ. കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ഇങ്ങനെ ഡ്രേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വെക്കുക. ഫുഡൊക്കെ കൈയിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുക.
ആ ഫുഡ് എന്നിട്ട് ഒരു ഫോയിൽ പേപ്പറിനും പൊഴിഞ്ഞിട്ടാണ് ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് സീനാണ് അത് കുണി കണ്ടപ്പോൾ എനിക്ക് ആകെ ചടപ്പായി. ഓൾറെഡി നെഗറ്റീവ് ഇതായിട്ട് കിടക്കണം. അപ്പോൾ എന്ത് കണ്ടതും നെഗറ്റീവ് ഉള്ള സിറ്റുവേഷൻ ആകുമ്പോൾ ആകെ ലംബായി. സത്യമായിട്ട് 3G അവസ്ഥയായി, 3G അവസ്ഥയായി. പാവം പാറു. അതെ അവസ്ഥ തന്നെ കേട്ടോ മക്കളെ, കൊള്ളൂല ഒട്ടും. എല്ലാം കംപ്ലീറ്റ് ബിഗ് സ്കാം. എൻ്റെ ടീം പോലെ കണ്ടിട്ട് വണ്ടി കുടുങ്ങി കിടക്കണ്ടായത് ഇപ്പോൾ റിക്കവർ ചെയ്യാന്നൊക്കെയാണ്. നമ്മൾ വീണ്ടും ലേറ്റ് ആയിട്ടോ ചെയ്യണ ചിലപ്പോൾ നല്ല കാര്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഓൾറെഡി ഭയങ്കര ടയർഡായി ഓൾറെഡി സീനായി കിടക്കുക. പെട്ടെന്ന് നമ്മളവിടെ എത്തിക്കലാണ് അവരുടെ ഡ്യൂട്ടി. പക്ഷെ അവർ ചെയ്യണമില്ല. അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ട് അഭ്യാസം എടുത്തുവിടുക, അതല്ല മാന്യത. ഇനി നമുക്ക് വീണ്ടും മണിക്കൂറുകളിലൂടെ ലേറ്റാണ്. കണ്ടോ പെട്ട അവസ്ഥയല്ലേ ഞങ്ങൾ ശരിക്കും. സോ ഗായ്സ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, എന്താ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഈവനിങ് ചെന്ന് അവരെ ഒരു 2 മണിക്കാണ് അവർ വരാമെന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 2 മണി 2:15 എത്തുമെന്ന് പറഞ്ഞ് അവരങ്ങനെ വിളിച്ച് നീട്ടി ഡിലാക്കി അവർ ഏകദേശം ഒരു 3:30-4 മണി നമ്മൾ എത്തണത്. അവർ ഞങ്ങളെ പിക്ക് ചെയ്തിട്ട് പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കണം ഒന്നും ചോദിക്കണമെന്നില്ല. പെട്രോൾ പമ്പിൽ പോയി നിർത്തുന്നു, എണ്ണ അടിക്കുന്നു. അപ്പോൾ എണ്ണ അടിക്കായിരിക്കും. പിന്നെ അവർ ഇറങ്ങിപ്പോയി. 2 ആളെയും കാണാനില്ല. 2 ആളെയാണ് കാറിലുണ്ടായിരുന്നു, 2 ആളെ കാണാനില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ 3ാമത്തെ ഒരാൾ വരുന്നത്. നമുക്ക് ഓൾറെഡി ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ വേറൊരു തരം നമ്മളെ കൊണ്ടുവന്ന് സൈഡിലെത്തിയാണ്, നമുക്ക് സ്പേസ് ഇല്ല. ഞങ്ങൾക്ക് ഇത് എന്താ സംഭവിക്കണേ? കാരണം എനിക്ക് ആ സെൻട്രൽ സീറ്റിൽ ഇരുന്നിട്ട് എനിക്ക് ആകെ ബാക്ക് പെയിനൊക്കെ തുടങ്ങി. നമുക്കൊരു കംഫർട്ടബിൾ ഇല്ല. എന്താ പറയുക, ആകെ ഒരു അപ്പോൾ തന്നെ എനിക്കൊരു നെഗടിച്ചു സ്റ്റാർട്ടിങ്ങിൽ സീന്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ വേറൊരുത്തിന് വീണ്ടും വെയിറ്റ് ചെയ്തിട്ട് വേറൊരുത്തിന് വരുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ മെക്കിലിരുന്ന് ഫുഡ് കഴിക്കണം. ഓക്കെ എന്നാൽ പറഞ്ഞിട്ട് പോവാം, ഫുഡ് കഴിക്കുക. ഓക്കെ, പക്ഷെ നമുക്ക് ഈ സൂര്യാസ്തമയം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മിസ്സാവും ഇവരിങ്ങനെ ഡിലേ ആക്കുമ്പോൾ. എങ്കിൽ പോലും ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒരു മാന്യതല്ലേ, അത് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നെഗടിച്ച് ഓക്കെ ലെറ്റ്സ് ഗോ. അവിടുന്ന് പോയി, നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ, അവിടുന്ന് പോയി അവിടെ ഒരു 2-3 സ്ഥലത്ത് അവരിട്ട് വഴി തെറ്റിയെന്ന് അവർ പറഞ്ഞു. ഡെയിലി പോണ ടീമാണെങ്കിൽ വഴി തെറ്റാൻ പാടുണ്ടോ? അവർ ചെയ്യുന്ന ടീമാണ്. എന്നിട്ട് നമ്മളെ എനിക്കറിയാൻ മേലെ എന്താ സംഭവിക്കണമെന്നില്ലേ. എന്നിട്ട് അവരവിടെ പോകുന്നു, ചുറ്റിക്കറങ്ങുന്നു, തെരഞ്ഞ് എങ്ങനെയൊക്കെ തെരഞ്ഞൊരു ഷാർജയിൽ ഉള്ളിൽ പോയിട്ട് ഷാർജയിൽ ഒരു ഏരിയയിലെത്തി. ഞാൻ മാപ്പിൽ എത്തുമ്പോൾ ഷാർജ കഴിഞ്ഞ് ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഉള്ളിൽ പോയിട്ട് പിന്നെ കുറേ ജനസാഗരം, വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ഥലമല്ല, ഫുൾ ബ്ലോക്ക്. അവരൊരു വണ്ടി മുന്നോട്ട് പോയില്ല, അവിടെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോകണം. അപ്പോൾ കുറച്ച് ദൂരമുള്ളിൽ എത്തിയപ്പോൾ നോക്കുമ്പോൾ ഇത് ആ തണുപ്പത്ത് ആ പൊടി കടിച്ചിട്ട്, അത് സാധാരണ നമ്മളെ റെഡ് കളർ സാൻഡും അല്ല, ഒരു മണ്ണും കളറാണ്. അത് കുറച്ചും കൂടി ഭയങ്കര ഡസ്റ്റി ആയിരിക്കും. അതിങ്ങനെ 2-3 ആൾക്കാർ അടുപ്പിച്ച് നടന്നു പോയത് തന്നെ പാറിയാണ്ട് അതിൻ്റെ നല്ല ഡസ്റ്റ് ഉണ്ട്. പിന്നെ മഞ്ഞും. അതിൽ പകുതി നടന്നപ്പോഴത്തേനും എൻ്റെ തൊണ്ടയൊക്കെ ആകെ പണിയെ തുടങ്ങി. ഇറ്റ്സ് ഓക്കെ ലെറ്റ്സ് ഗോ. അവിടെ എത്തിയപ്പോഴത്തേനും രാത്രി ആയിട്ടോ. നമ്മളെ സൂര്യാസ്തമയം കിട്ടിയില്ല, അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നെഗടിച്ച് പ്രാന്തായിട്ട് പോകണമെന്ന്. എന്നിട്ട് നടന്ന് ഊപ്പാടിളക്കി. വീട്ടിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഊപ്പാടിളക്കി അവിടെ എത്തി വെയിറ്റ് ചെയ്ത് ഒരു വണ്ടി വന്നപ്പോൾ എന്താ ഡിസൈഡ് സഫാരി ബാക്കി കിടക്കുകയാണ്. ഏത് ഡൂൺസ്
എങ്കഡുവിങ്സ്. അവിടെ പോയിട്ട് ഒരു ഓഫ് റോഡ് കുറച്ച് ഏരിയ, മണ്ണും ഇതൊക്കെയുള്ളൊരു ഏരിയ ഉണ്ട്. റോഡ് പ്രോപ്പർ റോഡല്ല, ഡൂൺസ് ഒന്നും അല്ല കേട്ടോ. ആ ഒരു ഏരിയ കൂടി ഒരു 50 അല്ലെങ്കിൽ 40 പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു ഏരിയ എന്താ ചെറിയൊരു കട്ടറിൽ ഏരിയ കൂടി തന്നെ ആ ഒരു സ്പീഡ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാവില്ല. ആ ഷെയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡൂൺ അഭ്യാസമൊക്കെ കഴിഞ്ഞു. 2 മിനിറ്റ് 3 മിനിറ്റ് ധൈര്യമില്ല ആ അഭ്യാസം കഴിഞ്ഞ് അവിടെ എത്തി. നട്ടപ്പാരായിട്ടുണ്ടോ, 9 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ എന്താ ജനസാഗരം. പടച്ചോനെ, എന്തോരം ജനങ്ങളറിയോ, എത്ര നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ കാല് കുത്താൻ സ്ഥലത്ത് ജനങ്ങൾ. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അവസ്ഥ, അതാണ് അവസ്ഥ. ഞാൻ വീഡിയോയിൽ കുറേയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഭീകരത എത്രത്തോളം നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവിടെ ചെന്ന് വീഴുമ്പോൾ നമുക്ക് ആ ഒരു അവസ്ഥയും ചിലപ്പോൾ വീഡിയോയിൽ കാണുന്ന എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളെന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ല. എവിടെ പോയിരിക്കും. അവിടെ വന്നിക്കണത് കുറേ മലയാളീസ് ഉണ്ട്. എല്ലാവർക്കും സെയിം സിറ്റുവേഷനാണ്. എല്ലാവരും പറ്റിക്കപ്പെട്ടു. വലിയൊരു സ്കാമിലേക്കാണ് വീണിട്ടുള്ളത്. നാഷണൽ ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ബുക്ക് ചെയ്ത് വന്നതാണ്. പല കമ്പനികളിൽ ബുക്ക് ചെയ്ത് വന്നതാണ്. നാഷണൽ ഡേ ആയതുകൊണ്ട് ലീവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഒരു വലിയ സ്കാമിലാണ് പോയി പെട്ടിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, മറ്റേ ഒരു മണൽക്കുടി സ്കീ പരിപാടി ഉണ്ട്. പിന്നെ എന്താ പറയുക, സൺസെറ്റ്, ഡൂൺ ഭാഷ, മറ്റേ ഡൂണിക്കുടിയിലെ അഭ്യാസം. അത് കഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ അവർ പറഞ്ഞു. മൈലാഞ്ചി ഇടുക, പിന്നെന്താ അവരുടെ അറബികളുടെ ഡ്രസ്സ്, ഇങ്ങനെയിട്ടുള്ള കുറേ ഫോട്ടോസ്, ഒട്ടകത്തിൻ്റെ മേലെ ക്യാമൽ റൈഡ്, അങ്ങനെ കുറേ അഭ്യാസങ്ങളൊക്കെ പറഞ്ഞു. ഒന്നും കിട്ടിയില്ല. ഫുഡ് അത് അപ്പടി ഇപ്പടി, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അത് ഭയങ്കരമായിരുന്നു സംഭവം. ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. ഓക്കെ, ഒന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, ഒരു 3-4 മിനിറ്റ് നിൽക്കണ ഒരു നമുക്ക് മറ്റേ നമ്മുടെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൂഫി ഡാൻസോ അങ്ങനെ എന്തോ സംഭവം, സൂഫി ഡാൻസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 2 എണ്ണം കിട്ടി. പിന്നെ തീ കൊണ്ടുള്ളതും സെക്കൻഡിൽ വന്ന് പോയി. ഈ സംഭവം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതും വളരെ കുറഞ്ഞ ടൈം. അത് കുറച്ച് സമയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടിയിരുന്നു. അതാണ് അവസ്ഥ. അത് നമുക്കൊന്ന് കാണാൻ പറ്റില്ല. അപ്പോഴും ജനങ്ങൾ കൂടും. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയിട്ട് തലയിട്ട് പോയിട്ട് വേണം ആൾക്കാരെ ഇടിച്ച് തള്ളി മറിച്ച് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ അതായിരുന്നു അവസ്ഥ. സത്യം പറഞ്ഞാൽ അലമ്പായി. ഞങ്ങളെ തിരിച്ച് കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ചെക്കന് വിശന്നിട്ട്, എനിക്ക് വിശന്നത്, എനിക്കാണെങ്കിൽ പനി പിടിച്ച് ത്രോട്ടിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി ആകുമ്പോൾ. ആ പരിപാടിയും കഴിഞ്ഞ് വന്നിങ്ങാണ്ട് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ, തൊണ്ടവേദന തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തേലും പോയി പെടാതിരിക്കുക. ശരിക്കും എൻ്റെ ആ ഒരു ദിവസം മറക്കില്ല. മടുത്തുപോയി, വെറുത്തുപോയി. ആകെ എനിക്ക് ആശ്വാസമായത്, ഓണസ്റ്റ്ലി പറയട്ടെ, ആകെ ആശ്വാസം 2-3 മിനിറ്റിൽ നമുക്ക് കിട്ടിയ ബെല്ലി ഡാൻസ് ആയിരുന്നു. അത് കൊള്ളായിരുന്നു. പക്ഷെ അതൊന്നും മര്യാദ കാണാൻ പറ്റണ്ടേ. ഒന്ന് ഫ്രണ്ട് പോയി കാണാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവർ പോയി അവരുടെ പാട് നോക്കിപ്പോയി. ലാസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പാറു കുറച്ച് അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതേങ്കിൽ അത് കിട്ടി. നിങ്ങൾ കണ്ടില്ലേ, അത് ഞാനും കണ്ടുള്ളൂ. അവസ്ഥ. സോ ഗായ്സ്, സ്റ്റേ ട്യൂൺ. നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ UAE പിള്ളേർ വന്നിട്ടുള്ള നാഷണൽ കിട്ടിയ UAE ഹോളിഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗായ്സ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളൊന്ന് ഉഷാറാക്കി തരിക. തുടക്കക്കാരനാണ്. അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, തെറ്റുകുറ്റങ്ങളുണ്ടാവും. പൊറുക്കുക, ക്ഷമിക്കുക, സജഷൻ ചെയ്യുക. നമ്മളത് മാറ്റിയെടുക്കണം, ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ ജോലി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ജോലിയുണ്ട്, അതാണ് നമ്മളെ മെയിൻ വരുമാനം ജോലിയാണ്. ഇത് ജസ്റ്റ് പാഷനാണ് ഈ ബാക്കിൽ കാണുന്നത്. അതിൻ്റെ പകരമായിട്ട് അങ്ങനെ ചെയ്യണതാണ്. വീഡിയോസ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, താല്പര്യമാണ്. ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഒരുപാട് ട്രാവൽ ചെയ്യണമാണ്, ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ച് ട്രാവൽ ചെയ്യണമാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. സോ സമയം കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ ഇടും. നിങ്ങളൊന്ന് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പുഷ് ചെയ്ത് അങ്ങനെ ഒന്ന് റീച്ച് ആക്കി തരികയാണെങ്കിൽ നമുക്ക് ചെയ്യാനൊരു കുറച്ചും കൂടി ത്വര ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനൊരു ത്വര ഉണ്ടാവും. സോ അത് നിങ്ങളാണ്. സോ ഗായ്സ്, കണ്ടുകൊണ്ടിരിക്കുന്ന ഗെയിം ഞാൻ പറയുന്നു. സോ ഗായ്സ്, ബൈ. ഞാൻ വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല. നമസ്കാരം.